10 വർഷത്തോളം ഇപ്പോൾ നമ്മൾ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. ഒരു 5 പൈസയുടെ ആനുകൂല്യങ്ങൾ നമുക്കിതുവരെ നൽകിയിട്ടില്ല. അത്രത്തോളം വിഷമത്തോടെയാണ് നമ്മൾ ഈ ജീവനക്കാർ ഈ രാപ്പകൽ സമരത്തിൻ്റെ ഇവിടെ. നമസ്കാരം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സമരവും കൂടി തുടങ്ങുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ആശാ വർക്കറുടെ സമരമാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അംഗൻവാടി ജീവനക്കാരാണ് ഇന്നിവിടെ സമരവുമായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവർക്കുള്ള ആരോഗ്യ പരിരക്ഷ തൊട്ട് ആ ഗർഭിണിയായ സ്ത്രീ പ്രസവം കഴിഞ്ഞ് 3 വയസ്സ് തൊട്ട് ആ കുട്ടിയെ 6 വയസ്സ് വരെ പ്രാഥമികമായിട്ട് ആ കുട്ടികളെ നോക്കി സ്വന്തം കുട്ടിയെന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളാണിന്ന് ഈ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയും അവകാശങ്ങൾക്കും വേണ്ടിയും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അംഗൻവാടി ജീവനക്കാർക്കുള്ള ഓണറേറിയമായിട്ട് കൊടുക്കുന്ന ഒരു തുക, അവർക്ക് കൊടുക്കുന്ന തുക, ഒരു വർഷത്തെ തുക ആനുകൂല്യങ്ങൾ മുൻകൂട്ടായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിന് അയക്കുകയും ഈ പഞ്ചായത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും അങ്ങനെ 3 തരത്തിലുള്ള ഗഡുക്കൾ ചേർന്നാണ് ഇവർക്ക് ഓണറേറിയം കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ 3 ഓണറേറിയം ചേർത്ത് ഒരുമിച്ച് കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ കിട്ടുന്ന അവരെ ഓണറേറിയം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വർഷത്തെ ഫണ്ട് കിട്ടുന്ന ആ ഫണ്ടിൽ നിന്നും ആദ്യത്തെ ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതോ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന തുക അന്നേരം വരുമ്പോൾ കൊടുക്കുകയും അവസാനമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ 3 ഗഡുക്കളും 3 പ്രാവശ്യമായിട്ടാണ് ഈ പാവം സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ആ കിട്ടുന്ന തുക എത്രയായാലും ഒരുമിച്ച് തന്നെ കൊടുക്കണമെന്നാണ് അവർ ആവശ്യം. അവർക്ക് കിട്ടുന്ന ഓണറേറിയം വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്, മുൻ സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചതാണ്. ഈ 9 വർഷക്കാലമായിട്ട് ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ നമ്മുടെ രാജ്യത്ത് കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഗർഭിണിയാവുന്ന തൊട്ട് അവരുടെ ആരോഗ്യ പരിരക്ഷ അവരുടെ വീടുകളിലെത്തി അവരെ സമയാസമയങ്ങളിൽ ആശുപത്രി പോകുന്നുണ്ടോ, ചികിത്സിക്കുന്നുണ്ടോ, സുഖമായിട്ട് ആരോഗ്യമുള്ള ഒരു കുട്ടി ജനിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ വ്യക്തമായിട്ട് പരിശോധിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഈ കഴിഞ്ഞ 40 വർഷവും 30 വർഷവും 25 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാനും അവരെ 3 വയസ്സും മാതാപിതാക്കൾക്ക് പോലും ശുശ്രൂഷിക്കുന്നതിനേക്കാളും സ്വന്തം കുട്ടികളെയൊക്കെ എന്നുള്ള പരിഗണന നൽകി ഈ സ്ത്രീകൾ അവരെ പരിഗണിക്കുന്ന ഈ അംഗൻവാടി വർക്കറാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും അവർ 40 വർഷവും 30 വർഷവും ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. മുൻകാല സർക്കാരുകൾ പോലെ അവരെ ഇതുവരെ തിരിഞ്ഞു നോക്കുന്നില്ലാണ് പിണറായി സർക്കാർ. 3ാമതും വരുന്നവർ ഞെട്ടലോടെ ഭയപ്പാടും കൂടിയോടെയാണ് ഇവർ ഇത് കേൾക്കുന്നത്. ഇത്രയും 9 വർഷം ഭരണം നടത്തിയിട്ടും അവർക്ക് ജീവിക്കാനോ അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കുന്ന ഇനി ഒരു തവണ ഭരണം കിട്ടുമെന്നറിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കുമെന്നും എല്ലാവരും ആത്മഹത്യയിലേക്ക് പോകേണ്ടുവെന്നുള്ള വളരെ ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും ഈ അംഗൻവാടി വർക്കർ നമ്മളോട് പങ്കുവെച്ചത്. എന്തായാലും സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടങ്ങാൻ പോകുന്നത്. ഇത്തരത്തിൽ ആശാ വർക്കറെ പോലെ തന്നെ അംഗനവാടി വർക്കാരും ഇനി മുതൽ സമരം തുടങ്ങും, അനിശ്ചിതകാലമായി സമരം തുടങ്ങുമെന്നാണ് ഇതിൻ്റെ ഭാരവാഹികളും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചത്. നന്ദി, നമസ്കാരം. കർമ്മ ന്യൂസിന് വേണ്ടി രാമഭദ്രൻ.